ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. മിഷൻ ഇമ്പോസിബിൾ 8ൻ്റെ രണ്ടാം ഭാഗം ദ ഫൈനൽ റെക്കണിംഗ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. 1-2 ആഴ്ചയായി സിനിമ റിലീസ് ചെയ്തിട്ട് സിനിമ തിയേറ്ററിൽ അന്ന് തന്നെ കണ്ടിരുന്നു, പക്ഷേ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം എന്തായാലും സമയം കിട്ടിയപ്പം വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഇതിൻ്റെ ഒന്നാം ഭാഗം, മിഷൻ ഇമ്പോസിബിൾ 8ൻ്റെ ഒന്നാം ഭാഗമായ ഡെഡ് റെക്കണിംഗ് 2023 റിലീസ് ചെയ്തത്. അന്ന് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം ഒരു ആവറേജ് അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും സിനിമ ഇറങ്ങിയത് ഓപ്പൺഹൈമറിൻ്റെ കൂടെയായിരുന്നു. ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺഹൈമർ വളരെ പ്രതീക്ഷയോടെ വന്നൊരു ഫിലിമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് സിനിമ ഏകദേശം എനിക്കൊന്ന് ഒരു ദിവസത്തെ ഗ്യാപ്പിലെങ്ങാണ്ടാണ് സിനിമ റിലീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓഡിയൻസ് ഭയങ്കരമായിട്ട് സ്പ്ലിറ്റായി പോവുകയും കാര്യമായിട്ട് വലിയ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഒരു വലിയ ഹിറ്റോ കാര്യങ്ങളോ പ്രതീക്ഷ പോലെ വലിയ ഹിറ്റോ കാര്യങ്ങളോ ഒന്നും ആവാതെ പോയൊരു സിനിമയായിരുന്നു മിഷൻ ഇമ്പോസിബിൾ 8 അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് ഹൈപ്പും കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെയാണെന്ന് തോന്നുന്നു സിനിമ റിലീസ് ചെയ്തത്. കാരണം അധികം അഡ്വർടൈസ്മെൻറ്റ്സോ അധികം കാര്യങ്ങളൊന്നും ഞാൻ എങ്ങും കണ്ടിരുന്നില്ല. പക്ഷേ സിനിമ ഇറങ്ങിയതിന് ശേഷം വളരെ മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് വന്നത്. എല്ലാ മിഷൻ ഇമ്പോസിബിൾ സീരീസിലും ഉള്ളതുപോലെ ഈ സിനിമയിലും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന, നമ്മളെ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഈ ഒരു ഫിലിമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുന്നത്തെ അതായത് ഡെഡ് റെക്കണിങ്ങിൽ ഒരു മലയുടെ മുകളിൽ നിന്ന് ബൈക്കിൽ ചാടുന്നൊരു സീനായിരുന്നു പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അത് അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു എഡ്ജ് ഓഫ് ദ സീറ്റ് ആക്കുന്ന സീൻസും കാര്യങ്ങളൊന്നും വേറെ ആ ഒരു ഫിലിമിലില്ലായിരുന്നു. പ്രത്യേകിച്ച് അതൊക്കെ കൊണ്ടായിരിക്കാം ആ സിനിമ അധികം വർക്കൗട്ട് ആകാതെ പോയത്. പക്ഷേ ഈ സിനിമയിൽ അത്യാവശ്യം കിടിലമായിട്ട് കുറേ സീൻസ് ഉണ്ട്. എസ്പെഷ്യലി അതും ഭയങ്കര എക്സ്റ്റൻഡഡ് ആയിട്ടാണ് ആ സീൻസ് കാണിക്കുന്നത്. നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തുന്ന രീതിയിൽ നമ്മളൊരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആക്കുന്ന രീതിയിലുള്ള കുറേ സ്റ്റണ്ട് സീൻസ് ഈ ഒരു ഫിലിമിലുണ്ട്. ഡെഫിനറ്റ്ലി ഐമാക്സിൽ കാണാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ് മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഇൻ്റർവെൽ പോർഷനിൽ വരുന്ന ഒരു അണ്ടർ വാട്ടർ സബ്മറൈൻ സീനുണ്ട്. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. അടിപൊളി സീനാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് ഇൻവോൾവ് ചെയ്യിച്ച് നമ്മളെ അങ്ങ് സ്ട്രെസ് അടുപ്പിക്കുന്ന തരത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് സീൻസാണ് ആ ഒരു അണ്ടർ വാട്ടർ സീക്വൻസിലുള്ളത്. വളരെ കിടിലമായിട്ടാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് പറഞ്ഞാലും തീരത്തില്ല, അത്ര മനോഹരമായിട്ടാണ് ആ ഒരു പോർഷൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ക്ലൈമാക്സിൽ വരുന്നൊരു ഫ്ലൈറ്റിലുള്ളൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ കാണുമ്പോഴത്തേക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ പൊന്നോ പറയാതിരിക്കാൻ പറ്റത്തില്ല. അന്യായ ഗട്ട്സും അന്യായ തൊലിക്കെട്ടിയുമാണ്, അന്യായ ധൈര്യമാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്ര കിടിലമായിട്ടാണ് പുള്ളി പെർഫോം ചെയ്തത്. ഇതൊക്കെ റിയലായിട്ട് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും, എൻ്റെ പൊന്നോ ഈ സീൻസൊക്കെ എങ്ങനെ ഈ ചെയ്യുന്നു ഒരു പിടുത്തമില്ല കേട്ടോ. അത്യാവശ്യം വളരെ മനോഹരമായിട്ട് കിടിലമായിട്ട് കുറേ സീൻസ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ആ മിഷൻ ഇമ്പോസിബിൾ സീരീസിൻ്റെ എല്ലാ സീരീസിനകത്തും വരുന്ന ആ ഒരു പഞ്ചാണിത്. കാരണം വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ അടിപൊളിയായിട്ട് ഇത്തരത്തിലുണ്ടാവും. അത് വളരെ മനോഹരമായിട്ട് സിനിമയെ ഭയങ്കരമായിട്ട് അങ്ങ് എലിവേറ്റ് ചെയ്യുകയും ചെയ്യും. അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡെഫിനറ്റ്ലി മിഷൻ ഇമ്പോസിബിൾ സീരീസിൻ്റെ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ടോം ക്രൂസിൻ്റെ ഫാനായിട്ടുള്ള എല്ലാവരും മിഷൻ ഇമ്പോസിബിൾ സീരീസിൻ്റെ ഫാനായിരിക്കും. അത് നിങ്ങൾ മിഷൻ ഇമ്പോസിബിൾ സീരീസിൻ്റെ ഫാനാണ് അല്ലെങ്കിൽ ടോം ക്രൂസിൻ്റെ ഫാനാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണുക. ഐമാക്സിൽ തന്നെ സിനിമ കാണുക. ഐമാക്സിൽ തന്നെ കാണാൻ പറ്റുന്നവർ ഐമാക്സിൽ തന്നെ സിനിമ കാണുക. അത്രയ്ക്ക് എഫക്റ്റ് ഉണ്ട് ഈ ഒരു ഫിലിമിന്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പക്ഷേ ഈ ഒരു ഫിലിമിൽ ഒരുപാട് പോർഷൻസിൽ നമ്മുടെ പഴയ സീരീസിലുള്ള ഒരുപാട് ആൾക്കാരെയും ഒരുപാട് റെഫറൻസുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അറ്റ് എൻഡിലും അതുപോലൊരു റെഫറൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിന് മിഷൻ ഇമ്പോസിബിൾ 8 എന്ന് പറയുന്നത് ഇതിൻ്റെ അവസാനത്തെ പാർട്ടാണോയെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ അവസാനമാണെന്ന് പറഞ്ഞാലും പിന്നെയും അടുത്ത സീരീസും കൊണ്ട് വരാറുണ്ട് സാധാരണ. ഇത് അവസാനമാണോയെന്നറിയില്ല. അത്തരത്തിലുള്ള ഒരുപാട് ട്രിബ്യൂട്ടും കാര്യങ്ങളും ഈ ഫിലിമിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് പാർട്ടാണോയെന്ന് എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത്. പക്ഷേ എന്നാലും ഇത് വീണ്ടും ഇത്തരത്തിൽ മിഷൻ ഇമ്പോസിബിളിൻ്റെ അടുത്ത സീരീസ് വരണം അല്ലെങ്കിൽ അടുത്ത പോർഷൻ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയ്ക്കും വലിയൊരു ടോം ക്രൂസ് ഫാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത പോർഷനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും അടിപൊളി സിനിമയാണ്. നിങ്ങൾ തിയേറ്ററിൽ കാണാൻ പറ്റുന്നവർ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഐമാക്സിൽ കാണാൻ പറ്റുന്നവർ ഐമാക്സിൽ തന്നെ കാണുക. പെർഫെക്റ്റ് ഫിലിം. അപ്പം നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.